മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഹിന്ദു പത്രത്തിലെ അഭിമുഖം, അതുമായി ബന്ധപ്പെട്ട വിവാദം കത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ തിരുത്തൽ നിഷേധക്കുറിപ്പിൽ കാര്യമില്ലെന്നാണ് ഇപ്പോൾ അൻവർ പറയുന്നത്. ഇതൊരു ഗൂഢാലോചനയാണ് അദ്ദേഹം പറയുന്നു. ഒരുപക്ഷെ ഹിന്ദു പത്രം എന്ന് കേട്ടാൽ ഒരുപക്ഷെ BJP പത്രമാണോ എന്ന് തെറ്റിദ്ധരിച്ചിരിക്കാം അൻവർ. പക്ഷേ ഏതായാലും ഹിന്ദു പത്രം ഒരു ഇടതുപക്ഷ പത്രമാണ്. പക്ഷേ അങ്ങനെ ഒരു ഇടതുപക്ഷ പത്രത്തിൽ പോലും എന്തുകൊണ്ട് പിണറായി വിജയൻ പറയാത്ത കാര്യങ്ങൾ കൊടുത്തു എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ്. ഇനി പിണറായി വിജയൻ ഹിന്ദു പത്രവുമായി നടത്തിയ ഇൻ്റർവ്യൂവിലെ മുഴുവൻ ശബ്ദരേഖയും അത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടുന്നത് നല്ലതാണ് എന്നുള്ളതാണ് എല്ലാവർക്കും തോന്നുന്നത്. അൻവർ പറയുന്നത് ഇത് ഗൂഢാലോചന തന്നെയാണെന്നാണ്. കാരണം മുഖ്യമന്ത്രിയുടെ അഭിമുഖം പത്രത്തിൽ വന്ന് 32 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് തിരുത്തുന്നത്. അതായത് മലപ്പുറം ജില്ലയ്ക്കെതിരായി മലപ്പുറം തീവ്രവാദികളുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു, ഹവാല പണം വരുന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു തുടങ്ങിയ ആരോപണങ്ങൾ മുഖ്യമന്ത്രി ഉന്നയിച്ചത് പത്രങ്ങളിൽ വന്ന് ഒരു ദിവസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് തിരുത്തുന്നത്. അതിനർത്ഥം അത് ചിലരെയൊക്കെ അറിയിക്കാൻ വേണ്ടിയാണെന്നാണ് അൻവർ പറയുന്നത്. പ്രത്യേകിച്ച് ഡൽഹിയിൽ നടത്തിയത് കേന്ദ്രത്തിലെ BJP നേതാക്കളെ അറിയിക്കാൻ വേണ്ടിയാണ്. മുഖ്യമന്ത്രി BJPയുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഗൂഢാലോചന ഇതിന് പിറകിലുണ്ടെന്നാണ് അൻവർ പറയുന്നത്. അതേപോലെ തന്നെയാണ് പ്രതിപക്ഷവും. കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ശക്തമായി പിണറായി വിജയനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വ്യക്തമായും എന്തുകൊണ്ടാണ് ഒരു ദിവസം കഴിഞ്ഞ് തങ്ങൾ തിരുത്തിയത് എന്നുള്ളതിന് വ്യക്തമായ ഉത്തരം പറയാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത് പോലെ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ, ഹിന്ദു അത് തെറ്റായിട്ടാണ് കൊടുത്തതെങ്കിൽ, ഹിന്ദു വിശദീകരിക്കുന്നത് ഒരു പരസ്യ കമ്പനിയാണ് മുഖ്യമന്ത്രിയുമായുള്ള അഭിമുഖം എടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ആ പരസ്യ കമ്പനിയുടെ 2 പ്രതിനിധികൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് നേരത്തെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്ന രീതിയിൽ അവരെഴുതി തന്ന വാക്കുകൾ ഉൾപ്പെടുത്തുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ മുഖ്യമന്ത്രി ഇൻ്റർവ്യൂവിൽ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കാം ഹിന്ദു പത്രം കൊടുത്തിരിക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ ഇതൊരു വിവാദമായതോടുകൂടി മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി പുതിയൊരു കഥ മെനഞ്ഞിരിക്കുകയാണെന്ന് വേണം പറയാൻ. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇത് പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. കാരണം വർഷങ്ങളായിട്ട്, കഴിഞ്ഞ ഏതാണ്ട് 2016 ശേഷം 2ാം തവണ അധികാരത്തിൽ വന്നപ്പോഴൊക്കെ, ആദ്യത്തെ തവണ അധികാരത്തിൽ വന്ന സമയത്തും പൂർണ്ണമായും മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ നിലപാടാണ് CPM കൈക്കൊണ്ടിരുന്നത്. ഇപ്പോൾ തന്നെ അൻവർ ആദ്യം ആരോപണം ഉന്നയിച്ച സമയത്ത് ജില്ലാ പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ജില്ലയിലെ പ്രധാനപ്പെട്ട ഓഫീസർമാരെയൊക്കെ അദ്ദേഹം മാറ്റുകയാണ് ചെയ്തത്. അൻവറുമായി ഒരു സന്ധിക്കാണ് മുഖ്യമന്ത്രി ഒരുങ്ങിയിരുന്നത്. പക്ഷേ അവസാനമാണ് മുഖ്യമന്ത്രി പിണങ്ങുന്നത്. ഇപ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരാണ് CPM എന്ന ധാരണ വരുത്താൻ മുസ്ലിം ലീഗിനും UDFനും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ തിരിച്ചടി. അതേസമയം ഹിന്ദു വോട്ട് നേടാനുള്ളൊരു തന്ത്രമാണ് എന്ന് ആരോപിക്കുന്നവരുമുണ്ട്. പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രചരണത്തിലെ പല കാര്യങ്ങളും കേട്ടാൽ അത്ഭുതമുളവാവുന്നതാണ്. കാരണം മുഖ്യമന്ത്രി തിരുത്തുന്നു. മുഖ്യമന്ത്രി തിരുത്തിയ ആരോപണങ്ങളിൽ കാര്യമായ തെറ്റില്ല എന്നതാണ് ഒരു കാര്യം. മലപ്പുറം എന്നോ കള്ളക്കടത്ത് എന്നോ പറഞ്ഞിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കള്ളക്കടത്ത് നടന്നത് മലപ്പുറത്താണെങ്കിൽ അത് പറഞ്ഞാൽ എന്താണ് തെറ്റ് എന്ന് മുഖ്യമന്ത്രി പറയേണ്ടിയിരിക്കുന്നു. മലപ്പുറത്ത് കള്ളനെ പിടിച്ചാൽ കൊല്ലത്ത് പിടിച്ചു എന്ന് പറയണോ? മലപ്പുറം ജില്ല അനുവദിച്ചത് ആരാണ്? മലപ്പുറത്തെ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് മലപ്പുറത്തല്ല എന്ന് പറയാൻ പറ്റുമോ? മലപ്പുറത്തെ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് പറഞ്ഞാൽ അതൊരു മതവിഭാഗത്തിനെതിരാകുമോ? അപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ എതിർക്കുന്നവരും വർഗീയമായ ചേരിതിരിവുണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്? മുഖ്യമന്ത്രി മലപ്പുറത്ത് കള്ളക്കടത്ത് നടത്തി എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് മുസ്ലിങ്ങൾക്കെതിരാവുക? ഇത് പ്രസിദ്ധീകരിച്ച പത്രത്തിൻ്റെ നിലപാടും ഇവിടെ പ്രസക്തമാണ്. കാരണം CPM ദേശീയ നേതാക്കളുടെ പ്രസ്താവനകൾ വെണ്ടക്ക അക്ഷരത്തിൽ കൊടുക്കുന്ന ഇന്ത്യയിലെ ഏക ഇംഗ്ലീഷ് പത്രമാണ് ദ ഹിന്ദു. അതിലെ ലേഖനങ്ങളെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായ ലേഖനങ്ങളാണ്, അല്ലെങ്കിൽ കേന്ദ്രത്തിലെ BJP സർക്കാരിനെതിരായിട്ടുള്ള ലേഖനങ്ങളാണ്. 1ഉം 2ഉം 3ഉം പേരുടെ അഭിപ്രായങ്ങൾ കൊടുക്കുമ്പോഴൊക്കെ ഇടതുപക്ഷക്കാരുടെയോ അവർക്ക് അനുകൂലമായ ആളുകളുടെയോ പ്രസ്താവനകളും ലേഖനങ്ങളും ഒക്കെ കൊടുക്കുന്ന പത്രമാണ് ഹിന്ദു. ആ പത്രം മുഖ്യമന്ത്രിക്കെതിരായൊരു വാർത്ത കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പോൾ വിവാദമായ സമയത്ത് പത്രത്തെ ബലിയാടാക്കി മുഖ്യമന്ത്രി തടിയൂരുകയായിരുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. യഥാർത്ഥത്തിൽ 29-ാം തീയതിയും 30-ാം തീയതിയും 1-ാം തീയതിയും എന്താണ് സംഭവിച്ചത് എന്ന് പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. 29-ന് രാവിലെയാണ് ഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ച് ഇൻ്റർവ്യൂ നടക്കുന്നത്. 30-ൻ്റെ പത്രത്തിലാണ് അത് അടിച്ചു വരുന്നത്. 1-ാം തീയതിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് നിഷേധിക്കുന്നത്. ഇതിനിടയിൽ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പറയാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തയ്യാറാകുകയാണ് വേണ്ടത്. എന്തുകൊണ്ടാണ് ഹിന്ദു പത്രത്തിന് മാത്രം അഭിമുഖം നൽകിയത്? ആ അഭിമുഖം നൽകിയ
ആ അഭിമുഖം ഏർപ്പാടാക്കിയത് ഒരു വാർത്താ ഏജൻസിയാണെന്ന് പറയുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ റിയാസ് പറയുന്നത് മുഖ്യമന്ത്രിക്ക് പത്രസമ്മേളനം നടത്താൻ ഒരു ഏജൻസിയുടെ ആവശ്യമില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഹിന്ദു പത്രത്തിനെതിരെ നടപടിയെടുക്കുന്നില്ല? ഹിന്ദു പത്രത്തിൽ അവർ വ്യക്തമായി ഒരു കുറിപ്പായിട്ട് അവർ നൽകിയിരിക്കുന്നു, ഒരു ഏജൻസി ഞങ്ങളോട് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾ ഈ വാർത്ത കൊടുത്തത്, ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്താൻ മുൻകൈയെടുത്തത് അവരുടെ ആവശ്യപ്രകാരമാണ് പത്രസമ്മേളനം നടത്തിയത് എന്ന് വ്യക്തമായിട്ട് ഹിന്ദു പത്രാധിപർ നൽകിയ നിഷേധക്കുറിപ്പിനകത്തുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ആ PR ഏജൻസിക്കെതിരെ നടപടിയെടുക്കാത്തത്, അല്ലെങ്കിൽ ഹിന്ദു പത്രത്തിനെതിരെ നടപടിയെടുക്കാത്തത്? ഇത് വ്യക്തമായിട്ടും CPMനകത്തുള്ളൊരു ആഭ്യന്തരമായൊരു സംഘർഷത്തിലേക്കാണ് പോകുന്നത്. ഒരു ഭാഗത്ത് അവർക്ക് അൻവറിനെ തള്ളിപ്പറയണം, മറുഭാഗത്ത് അൻവറിനെ സ്വീകരിക്കണം. അങ്ങനെയൊരു കൺഫ്യൂഷനിലേക്ക് CPM എത്തിയിരിക്കുകയാണ്. CPMലെ പഴയ പല സഹയാത്രികരും, നിലമ്പൂർ ഐഷിയെ പോലുള്ള പല സഹയാത്രികരും PV അൻവറിൻ്റെ കൂടെ ചേർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ പൂർണ്ണമായും PV അൻവറിനെ അനുകൂലിക്കില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കാരാട്ട് റസാഖും KT ജലീലുമൊക്കെ അൻവറിന് അനുകൂലമായ നിലപാടുകൾ എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് CPM ആണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ജനങ്ങളോട് വിശദീകരിക്കേണ്ടത്. കാരണം ഹിന്ദുവിലെ അഭിമുഖവും അതിന് പിറകിലെ ഏജൻസിയുമൊക്കെ തന്നെ ഒരു പുകമറയാണ്. ഒന്നുകിൽ ഒരു വർഗീയ ചേരിതിരിവുണ്ടാക്കാനാണ് CPM ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ BJP ആരോപിച്ചതുപോലെ BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ആരോപിച്ചതുപോലെ പിണറായി വിജയനും PV അൻവറും തമ്മിലുള്ളൊരു കൂട്ടുകച്ചവടം പൊളിഞ്ഞതിൻ്റെ തർക്കത്തിലാണ്, അല്ലാതെ ആശയപരമായ ഒരു പ്രശ്നമല്ല. ഒരു കൂട്ടുകച്ചവടം തകർന്നതിൻ്റെ ഒരു പ്രതിഭാസം മാത്രമാണ് ഇപ്പോൾ കാണുന്നതെന്നാണ് BJP ആരോപിക്കുന്നത്. ഏതായാലും ന്യൂനപക്ഷ പ്രീണനവും ഭൂരിപക്ഷ പ്രീണനവും ഒരേ സമയത്ത് നടത്താനുള്ള ഒരു പ്രക്രിയയാണ് CPM ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ പറയാം.